ഇത് ഇക്കുറി പാചകപ്പുര മാറ്റമുണ്ടാകുമോ എന്നൊരു ആകാംക്ഷ ആ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ശിവൻകുട്ടി അത്തരത്തിൽ ആദ്യഘട്ടത്തിലൊരു ഒരു പ്രതികരണം നടത്തിയാണ്. എന്തായാലും ഇക്കുറിയും മാറ്റമില്ല. സദ്യ, നല്ല വിഭവസമൃദ്ധമായ സദ്യ, പലതരം പായസങ്ങൾ അല്ലേ? ഹാഷ്മി, ഉറപ്പായിട്ടും ഇക്കുറിയും പഴയടത്തിന്റെ രുചി തന്നെയായിരിക്കും കലോത്സവത്തിന് ഈ യുവപ്രതിഭകളെ വരവേൽക്കാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള ആശ്രാമ മൈതാനത്ത് നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ക്രാവൻ എന്ന് പറയപ്പെടുന്ന സ്കൂളിലാണ്, LMS സ്കൂളിലാണ്. അവിടെ വെച്ചാണ് ഈ പാചകപ്പുര. നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ പഴയടം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പഴയടം നമ്പൂതിരി തന്നെയാണ് ഇത്തവണയും ഈ കുട്ടികൾക്കുള്ള രുചി ഒരുക്കുന്നത്. ഒരു ഹൈലൈറ്റ് നമ്മൾ ഇത്തവണ എന്താണ് വ്യത്യാസം? ഉച്ചയ്ക്കുള്ള പായസമാണ് എന്നുള്ളതാണ്. ഹൈലൈറ്റിനെ കുറിച്ച് പറയാറായിട്ടില്ല, വരട്ടെ, സമയമുണ്ടല്ലോ. സസ്പെൻസ് ആണോ? ഇല്ല, സസ്പെൻസ് പറയാൻ മാത്രമൊന്നും ഇല്ലെന്ന്. ഇതിപ്പോ ഒരു നോർമൽ ഫുഡ് വിത്ത് പായസം മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ കമ്മിറ്റി പറയട്ടെ, അപ്പൊ ചെയ്യാം. നമ്മൾ എത്ര കുട്ടികൾക്ക് കൊടുക്കും? അതാണ് ഒരു ദിവസം 35,000 പേര്. രാവിലെ 8,000, ഉച്ചയ്ക്ക് 15,000, രാത്രിയിൽ 10 മുതൽ 12 വരെ. അങ്ങനെ 35,000 പേർക്കാണ് ഒരു ദിവസം. അങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഉച്ചക്കത്തെ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് പായസം, അതായത് ഊണ് വിത്ത് പായസം നമ്മുടെ രീതി. അതെ 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 അതെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരേ സമയം എത്ര പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം 1400 പേർക്ക് വരെ ഇരിക്കാം അവിടെ. നമ്മുടെ ഈ ഒരുക്കങ്ങളൊക്കെ എന്തായി? കാരണം നാളത്തേക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇന്ന് രാത്രി വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയും വരാനുണ്ട്. എന്നാലും ഒരു 2 മണിക്കൂറിൽ ടോട്ടലി ലൈവ് ആവും. എന്തായാലും വളരെ നന്ദി. നമ്മളെന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആ രുചി ഒന്ന് അനുഭവിക്കാൻ വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് പോയ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഏതാണ്ട് 100ഓളം ആളുകളാണ് ഈ പാചകപ്പുരയിൽ ജോലി ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ ഈ പഴയടത്തിന്റെ മേൽനോട്ടത്തിൽ ജോലി ചെയ്യുന്ന 100ഓളം ആളാണ്. വലിയ പച്ചക്കറിക്കൊക്കെ വലിയ വിലപിടിപ്പുള്ളൊരു സമയമാണ്. അവിടെയും കലോത്സവത്തിന് രുചിക്കൊരു കുറവുമില്ല, ഒരു മാറ്റവുമില്ല. അത് അതേ രീതിയിൽ തന്നെ ഇക്കുറിയും ഉറപ്പാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്ക് പറയാൻ കഴിയുന്നത്. ചേച്ചി, എന്തായി സംഭവങ്ങൾ, ഒരുക്കങ്ങളൊക്കെ എന്തായി? ചേച്ചി കൊല്ലത്തുകാരാണോ? എന്തായി ഒരുക്കങ്ങളൊക്കെ എന്തായി? ഒരുക്കങ്ങൾ തുടങ്ങി. ഇപ്പൊ വൈകിട്ടത്തേക്കിനുള്ളതാണോ? അതെ, വലിയ വിലയാണല്ലോ പച്ചക്കറിക്കൊക്കെ. അതിനിടയിലാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അഷ്മി, ഇവരെല്ലാം വളരെ കൂട്ടായി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ യുവ പ്രതിഭകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഒരുക്കുന്നതിന്റെ തിരക്കിലാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുള്ളത്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് 2000ഓളം ആളുകൾക്ക് ഒരേ സമയം, 2200ഓളം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അത് ഇക്കുറി കലോത്സവവുമായി ബന്ധപ്പെട്ട കലോത്സവ വേദിയിൽ ഉണ്ടാകും. ഇതിനോടകം തന്നെ പഴയടത്തിന്റെ രുചിപ്പെരുമ നമുക്കറിയാം. അത് കേരളവും കടന്നൊക്കെ പോയിട്ടുള്ളതാണ്. ആ രുചിപ്പെരുമ ഇനി കുട്ടികൾക്ക് ഇത്തവണ രുചിച്ചറിയാൻ വെറും മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. ഇന്ന് വൈകിട്ട് ഈ ദൂരെ നിന്നെത്തുന്ന കുട്ടികൾക്ക് ആ സൗകര്യം ഉണ്ടാകും. അതിനുശേഷം നാളെ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ആ രീതിയിലായിരിക്കും ക്രമപ്പെടുത്തുക. ഏതായാലും ഇക്കാര്യത്തിൽ നമ്മൾ മുൻപും പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഏറ്റവും സസ്പെൻസായി അദ്ദേഹം ഒളിപ്പിച്ചിരുന്നു. ഓരോ തവണയും അദ്ദേഹത്തിന്റെ പായസത്തിലാണ് സസ്പെൻസ്. ഇത്തവണയും പഴയടത്തിന്റെ പായസത്തിന്റെ കാര്യത്തിൽ സസ്പെൻസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം അത് പറഞ്ഞു. പക്ഷെ ഒരു സസ്പെൻസ് എലമെന്റായി അങ്ങ് നിൽക്കട്ടെ, അത് രുചിച്ച് തന്നെ അറിയട്ടെ കുട്ടികൾ എന്നുള്ളതാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം. ഏതായാലും ഊട്ടുവര ഉണർന്നിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ ഇവിടെ ഭക്ഷണം വിളമ്പി തുടങ്ങും. ഹാഷ്മി, ഷഫീദ് റാവുത്തറാണ് ഊട്ടുപുരയിൽ നിന്ന് അവിടുത്തെ ആഹാരത്തിന്റെ കാഴ്ചകൾ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.